നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. സ്വന്തം വോട്ട് പോലും നേടാനാവാത്തൊരു സ്ഥാനാർത്ഥി സെന്റ് പോൾസിൽ. ഉപതെരഞ്ഞെടുപ്പ് നടന്ന സെന്റ് പോൾസ് മണ്ഡലത്തിൽ മത്സരിച്ച 80-ലധികം പേരുകാരിൽ ബാക്കി എല്ലാവർക്കും അബദ്ധത്തിലെങ്കിലും ലഭിച്ച 1-2 വോട്ടുകൾ കിട്ടിയപ്പോൾ ഫെലിക്സ് ആന്റോണിയോ ഹാമോൽ എന്ന സ്ഥാനാർത്ഥി സംപൂജ്യനായി മടങ്ങി. തന്റെ വോട്ട് പോലും തനിക്ക് ചെയ്യാതെ മറ്റാർക്കോ നൽകിയ ആ മഹാമനസ്കൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്തിനെന്ന ചോദ്യത്തിനു മുന്നിൽ നിശബ്ദം ചിരിക്കുകയാണ്. അപരന്മാർക്ക് പോലും വാരിക്കോരി വോട്ട് നൽകുന്ന മലയാളികൾ ഈ വാർത്ത കേട്ട് അത്ഭുതപ്പെടുന്നുണ്ടാവാം. എന്നാലേ ഇത് കാനഡയാണ്, പൗരാവകാശം നോക്കി വിനിയോഗിക്കുന്നവരുടെ നാട്. എന്നാലും ആ സ്ഥാനാർത്ഥി പോലും തനിക്ക് വോട്ട് കുത്താഞ്ഞതെന്തായിരിക്കും? തന്റെ വോട്ട് കൊണ്ട് താൻ ജയിക്കേണ്ട എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചതിനാലാവുമോ? ഹമാസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച യുവതിയെ നാടുകടത്താൻ കാനഡ ഇമിഗ്രേഷൻ ട്രിബ്യൂണൽ. മിസിസാഗയിൽ ജോലി ചെയ്തിരുന്ന ഫലസ്തീൻ യുവതിയെ നാടുകടത്താൻ ഉത്തരവിട്ട് കാനഡയിലെ ഇമിഗ്രേഷൻ ട്രിബ്യൂണൽ. ഹമാസുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ സംഘത്തിൽ പ്രവർത്തിക്കുകയും കാനഡയുടെ നിയമത്തിനു വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു എന്ന് കുറ്റമാരോപിച്ചാണ് നടപടി. ഹമാസിനുള്ള ഫണ്ടിങ്ങിൽ ഭൂരിഭാഗവും ഫലസ്തീൻ പ്രദേശങ്ങൾക്ക് പുറത്തു നിന്നുള്ളതാണ്. പ്രധാനമായും ആഗോള ചാരിറ്റികളിൽ നിന്നാണ്. അത്തരമൊരു ഫണ്ടിങ്ങിന് നേതൃത്വം നൽകിയെന്നാരോപിച്ചാണ് നാടുകടത്താൻ ഉത്തരവായിരിക്കുന്നതെന്ന് കോടതി രേഖകൾ വ്യക്തമാക്കുന്നു. കാനഡയുടെ പുതിയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ പക്ഷപാതിയോ? അന്വേഷണം പ്രഖ്യാപിച്ച് ഫെഡറൽ സർക്കാർ. കാനഡയുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ചെയർമാനായി നിയമിതനായ ബിർജു ദത്താനി മുൻപ് തീവ്ര ഇസ്ലാമികവാദികളുമായി വേദി പങ്കിട്ടിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ആശയങ്ങളും പഴയ പ്രസ്താവനകളും ഇസ്രായേൽ വിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഫെഡറൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത്. വിദ്വേഷത്തിന്റെയും വിവേചനത്തിന്റെയും പ്രശ്നങ്ങൾ തീർപ്പാക്കാനുള്ള കമ്മീഷന്റെ തലവനായി ഒരു പക്ഷത്തിന്റെ വക്താവിനെ നിയമിക്കുന്നതിൽ ജൂത സംഘടനകൾ പ്രകടിപ്പിച്ച എതിർപ്പ് മുഖവിലക്കെടുത്താണ് ബിർജു ദത്താനിക്കെതിരെ ഫെഡറൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത്. പെറുവിനെ വീഴ്ത്തി കോപ്പ അമേരിക്ക മത്സരത്തിൽ കാനഡയ്ക്ക് ആദ്യ വിജയം. 24 വർഷത്തിന് ശേഷം ഒരു സൗത്ത് അമേരിക്കൻ ടീമിനെതിരെ കോപ്പ അമേരിക്കയിൽ കാനഡയുടെ ആദ്യ വിജയത്തിന് ഇന്നലെ കാൻസാസ് സിറ്റിയിലെ ചിൽഡ്രൻസ് മേഴ്സി പാർക്ക് സാക്ഷിയായി. 74-ാം മിനിറ്റിൽ ജോനാഥൻ ഡേവിഡ് നേടിയ ഗോളിനാണ് ഏകപക്ഷീയമായ ഒരു ഗോളിന് പെറുവിനെ തോൽപ്പിച്ചത്. കഴിഞ്ഞ മാസം പരിശീലകനായി നിർമ്മിക്കപ്പെട്ട അമേരിക്കക്കാരനായ ജെസ്സി മാർഷിന്റെ കീഴിൽ നടക്കുന്ന 4ാമത്തെ മത്സരത്തിൽ തന്നെ കാനഡ ആദ്യ വിജയം നേടി എന്നതും ശ്രദ്ധേയമാണ്. 2000 കോൺകാഫ് ഗോൾഡ് കപ്പ് ഫൈനലിൽ കൊളംബിയക്കെതിരായ 2-0 വിജയത്തിന് ശേഷം ആദ്യമായാണ് ഒരു സൗത്ത് അമേരിക്കൻ ടീമിനെ പരാജയപ്പെടുത്തിയത്. കോപ്പ അമേരിക്ക മത്സരത്തിൽ കാനഡയുടെ ആദ്യ വിജയം കൂടിയാണിത്. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജു അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.